വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ രജനി ബിജു. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികളെ കേട്ട് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീത പ്രണാമം. വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും നിങ്ങളിത് കാണുന്നുവെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഈ വിശുദ്ധ ധർമ്മ പ്രചരണത്തിൽ നിങ്ങൾക്കും പങ്കാളികളാകാവുന്നതാണ്. മനുഷ്യ ജീവിതത്തിലെ ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ ഒരുപോലെ മാതൃകയാക്കാവുന്ന പ്രായോഗിക ദർശനങ്ങളാണ് ഗുരുവിൻ്റേത്. എന്നാൽ അതെങ്ങനെ ജീവിതത്തിൻ്റെ വിരുദ്ധമെന്ന് തോന്നാവുന്ന ഈ മേഖലകളിൽ പ്രയോഗിക്കാം എന്നതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവും പരിചയവും കുറവാണ്. അതുകൊണ്ടാണ് ഗുരുദർശനം ഇവിടെ ഉണ്ടായിരുന്നിട്ടും ജനജീവിതം ദുരിതപൂർണമാകുന്നത്. ആ കുറവ് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഗുരുസാഗരം മാസികയും അതിൻ്റെ ഗുരുകുലവും നടത്തുന്നത്. ഗുരുദർശനം ശുദ്ധമായി കലർപ്പില്ലാതെ പഠിക്കാനും ആചരിച്ചു ജീവിക്കാനും പ്രചരിപ്പിക്കാനും മനുഷ്യരെ പ്രാപ്തരാക്കുന്നതാണ് ഗുരുസാഗരം മാസികയിലെ ഓരോ പംക്തികളും. ഗുരുവിൽ അധിഷ്ഠിതമായ ജീവിതം സുരക്ഷിതമായ ജീവിതം എന്ന സന്ദേശവുമായി പ്രവർത്തിക്കുന്ന ഗുരുസാഗരം മാസിക 7 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ വിശുദ്ധ ദൗത്യത്തിൽ പങ്കാളികളാകാനുള്ള ഭാഗ്യം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. 2026 മാർച്ച് ലക്കം എഡിറ്റോറിയലാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീ നാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സാർ എഴുതിയ എഡിറ്റോറിയൽ ഈശ്വര ഭക്തർ മതഭേദമില്ലാതെ ഒന്നിക്കണം എന്ന ആർട്ടിക്കിളാണ് ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നത്. ഈശ്വരാഭിമുഖ്യത്തിനായി മതത്തെയും ആചാരങ്ങളെയും സ്വീകരിക്കുന്നവർക്ക് മറ്റൊരു മതത്തോടും മതക്കാരോടും അസഹിഷ്ണുത ഉണ്ടാവില്ല എന്ന് തെളിയിച്ച നാടാണ് ഭാരതം. യഥാർത്ഥത്തിൽ ഈ ഭാരതീയതയാണ് ശരിയായ ഹിന്ദുത്വം അഥവാ സനാതന സംസ്കാരം എന്ന് പറയുന്നത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഈശ്വരാഭിമുഖ്യം എന്നാൽ സ്വന്തം ഉള്ളിലേക്ക് നോക്കാനുള്ള വാസന എന്നേ അർത്ഥവുമുള്ളൂ. പല മതസാരവും ഏകമെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അഭിപ്രായത്തിൽ പുറത്തേക്ക് നോക്കിയാൽ ഭൗതിക പ്രപഞ്ചവും അകത്തേക്ക് നോക്കിയാൽ ആത്മവസ്തുവും കാണുന്നു എന്നതാണ് ബോധമുള്ള മനുഷ്യന്റെ അവസ്ഥ. കാരണശരീരം എന്ന ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ആത്മവസ്തുവിനെ കാണാനുള്ള ശ്രമമാണ് ആത്മവിദ്യ. അതിൻ്റെ ശരിയായ വഴിക്ക് സഞ്ചരിക്കാൻ വാസനയോടെ ജനിച്ചവർ അതിൻ്റെ സങ്കേതങ്ങളെയും വഴി കാട്ടാനുള്ള ഗുരുക്കന്മാരെയും സ്വയം തിരഞ്ഞ് കണ്ടുപിടിച്ചുകൊള്ളും. എന്നാൽ ഇതൊന്നും വശമില്ലാത്ത ജനങ്ങൾക്ക് സ്വന്തം ഉള്ളം ശാന്തമാക്കി സമാധാനപൂർണമായ ജീവിതം നയിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ മതവിശ്വാസത്തിനേ സാധിക്കൂ. അതിനാൽ മതം സാമൂഹ്യമായ അച്ചടക്കത്തിനും ശ്രേയസ്കരമായ ജീവിതത്തിനും അവശ്യ ഘടകമാണ്. എന്നാൽ മതത്തെ അത്തരം ആവശ്യത്തിനു വേണ്ടി മാത്രം വിനിയോഗിക്കാനുള്ള തിരിച്ചറിവ് വിശ്വാസിക്കുണ്ടാകണം എന്ന് മാത്രം. വിശ്വാസികൾ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് മതത്തെ ഭൗതികമായ നേട്ടങ്ങൾക്കും രാഷ്ട്രീയ അധികാര ലബ്ധിക്കും വിനിയോഗിക്കണം എന്ന കുടില ചിന്ത പുരോഹിത വിഭാഗത്തിനുണ്ടായേക്കാം. പുരോഹിതർക്ക് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്ത വിധം ആത്മാവിനോട് ഇണങ്ങി നിൽക്കേണ്ടുന്ന ബാധ്യതയുണ്ട്. എങ്കിലും അനർഹരായവർക്ക് പൗരോഹിത്യം നൽകുന്ന ഇന്നത്തെ മതവ്യവസ്ഥയിൽ ജിതേന്ദ്രിയരായവരാരും തന്നെ മതസംവിധാനങ്ങളുടെ തലപ്പത്ത് വരാറില്ല. അതിനാൽ അവർ ഈശ്വരനെ തേടിയെത്തുന്ന വിശ്വാസികളെ മതരാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കാൻ ദുരുപയോഗം ചെയ്യുന്നു. അതിൻ്റെ ഭാഗമാണ് മതകലഹവും മതരാഷ്ട്രീയവുമെല്ലാം. ഇവ പരിധി വിട്ടു വളരുന്നതാണ് മതതീവ്രവാദം. മതതീവ്രവാദം ശക്തി പ്രാപിച്ചാൽ അതിന് വിധേയമാകുന്ന മതം മാത്രമല്ല, മറ്റെല്ലാ മതങ്ങളെയും അത് ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കും. ഒരു മതത്തിൽ മതതീവ്രവാദം വളർന്നാൽ സ്വാഭാവികമായും മറ്റു മതങ്ങളിലും തീവ്ര സ്വഭാവികൾ ശക്തി പ്രാപിക്കും. ലോകത്ത് ഒരുതരം ദുരന്തങ്ങളും
മതതീവ്രവാദത്തോളം മനുഷ്യകുലത്തെ നശിപ്പിക്കാൻ കാരണമായിട്ടില്ല. അത്രയ്ക്ക് ഭീതിതമാണ് മതതീവ്രവാദം. ഇന്ന് മതതീവ്രവാദത്തെ സാർവത്രികമായിരിക്കുന്ന പ്രവണത അതിരൂക്ഷമാവുകയാണ്. എല്ലാത്തരം തീവ്രവാദങ്ങൾക്കും പിന്നിൽ കാരണം ഒന്നേ ഉള്ളൂ. അത് സംഘടിപ്പിക്കുന്നവന്റെ സ്വാർത്ഥത, അധികാരമോഹം, സംഘടിത ശക്തി ഉപയോഗിച്ച് ധനാപഹരണം എന്നിവയാണ് ഈ സ്വാർത്ഥത ലക്ഷ്യമാക്കുന്നത്. ഹിന്ദുമതത്തിനുള്ളിലെ അയിത്താചരണങ്ങളും ഭേദചിന്തകളും നീക്കാൻ മുൻകൈ എടുത്തത് സർവ്വലോകാനുരൂപനായ ശ്രീനാരായണ ഗുരുവും ശിഷ്യരുമാണ്. എന്നാൽ അതേ ഹിന്ദുമതത്തിൽ ജാതി അയിത്തം കൂടുതൽ ശക്തമാക്കാൻ ശ്രമം നടത്തുന്നത് രാഷ്ട്രീയക്കാരും സമുദായ നേതാക്കളും മറ്റു മതങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകളും യുക്തിവാദ വേഷം കെട്ടിയ അരാജകവാദികളും ചേർന്നാണ്. ഇവർ വലിയ അളവിൽ ആശയപ്രചരണത്തിന് മാധ്യമമാക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. പുസ്തകവും വായനയും വിട്ട് വിവരബോധനത്തിനും വിനോദത്തിനും ജീവിതോപാധിക്കുമെല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് ബഹുഭൂരിഭാഗവും. അവർക്കിടയിൽ പല തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടാണ് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വീണ്ടും മനുഷ്യ മനസ്സുകളിൽ വിഷം കലർത്തുന്നത്. പണ്ടേക്കാൾ തീവ്രവും ആറ്റം ബോംബിന്റെ വിസ്ഫോടന ശേഷിയും ഉണ്ടാകും ഇനി ഉണ്ടാകുന്ന മതകലഹങ്ങൾക്കെല്ലാം തന്നെ. ജാതി വിവേചനത്തിന്റെ വേരുകൾ അതിസങ്കീർണമായി ആധുനിക സമൂഹത്തിൽ പടർന്നിട്ടുണ്ട്. കേരളത്തിൽ സമുദായ അടിസ്ഥാനത്തിൽ വളർന്നു വന്ന നവോത്ഥാന സംഘടനകൾക്ക് ജാതിഭേദം ഇല്ലായ്മ ചെയ്യാനുള്ള ജന്മദൗത്യമാണ് ഉണ്ടായിരുന്നത്. അവയ്ക്കെല്ലാം സമൂഹ വളർച്ച സാമുദായികമായ സമാധാനത്തിലൂടെ സാധ്യമാക്കണമെന്നായിരുന്നു ലക്ഷ്യം. എന്നാൽ ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷമുള്ള കാലം പരിശോധിച്ചാൽ ഈ സംഘടനകളെല്ലാം തന്നെ ജാതിഭേദത്തെ വളർത്തിയെടുത്തുകൊണ്ട് സ്വയം ശക്തരാകാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാരെ നിയന്ത്രണത്തിലാക്കി വോട്ട് ബാങ്ക് കാണിച്ച് ഭരണസ്വാധീനം നേടുക എന്ന തന്ത്രം സംഘടിത മതങ്ങൾക്കൊപ്പം സാമുദായിക നവോത്ഥാനത്തിനായി പിറന്ന സംഘടനകളും ഏറ്റെടുത്തു. അതിന്റെ ദുരന്തഫലം എന്താണെന്നറിയുമോ? പൊതുസമൂഹത്തിൽ എല്ലാ ദുരാചാരങ്ങൾക്കും ദുർവാസനകൾക്കും ജാതീയവും മതപരവുമായ സംരക്ഷണം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. മനുഷ്യർക്കിടയിൽ ജാതി എന്നത് ഇല്ലാത്തതാണ് എന്ന ഗുരുവാക്ക് ബോധ്യമാകാത്ത ആർക്കും തന്നെ ഏതു മതചടങ്ങുകളെ ആശ്രയിച്ചാലും ദൈവാനുഭവം ലഭിക്കില്ല. എന്തെന്നാൽ ഭേദചിന്ത പോകാത്തവർക്ക് ഒരിക്കലും ആത്മവിദ്യ ഫലിക്കില്ല എന്നത് പരമമായ സത്യമാണ്. അതിനാൽ ജാതിചിന്ത വെടിഞ്ഞുകൊണ്ട് ദൈവത്തെ ആശ്രയിക്കണം. ഒരു ദേശത്തേക്ക് എത്തിച്ചേരാൻ അനേകം വഴികളും ഉപാധികളും ഉള്ളതുപോലെയാണ് ആത്മവസ്തുവായ ദൈവത്തെ അറിയുന്നതിനുള്ള മാർഗങ്ങളും. ഓരോ കാലത്തും ദേശത്തും മഹത്തുക്കൾ പല രീതികളിൽ ആത്മവിചാരം നടത്തിയിട്ടുണ്ട്. അത്തരം വിചാരങ്ങൾ മതങ്ങളായി മാറുകയായിരുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ലക്ഷ്യബോധത്തോടെ പിന്തുടർന്നാൽ ഏതൊരു ഭക്തനും മതങ്ങളെ ആശ്രയിച്ച് ആത്മവസ്തുവിനോട് ആഭിമുഖ്യം സ്ഥാപിക്കാം. അതിനുമപ്പുറം ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗങ്ങളുണ്ട്. എന്നാൽ പ്രാഥമികമായ ഘട്ടങ്ങൾ കടക്കാൻ ആത്മസാക്ഷാത്കാരം നേടിയ മഹത്തുക്കൾ എല്ലാവരും അവർ ജനിച്ചു വളർന്ന സംസ്കാരത്തെയും മതസങ്കേതങ്ങളെയും ആശ്രയിച്ചിട്ടുള്ളതായി കാണാം. അതിനാൽ മതങ്ങളെ ദൈവസാമീപ്യത്തിനായി ആശ്രയിക്കുന്ന വിവിധ മതവിശ്വാസികൾക്കിടയിൽ ഒരു സംഘടിത മനോഭാവം ഉണ്ടാകേണ്ടുന്നത് ആവശ്യകത വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മതത്തേക്കാൾ പ്രധാനം ദൈവമാണെങ്കിൽ, ദൈവസ്നേഹമാണ് മതത്തെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകമെങ്കിൽ, ഏതു മതത്തിൽ വിശ്വസിച്ചാലും നിങ്ങളുടെ മതം ഒന്നാണ്. ആ ബോധ്യത്തോടെ വിവിധ മതവിശ്വാസികൾക്കിടയിൽ സഹിഷ്ണുതയുടെ കൂട്ടായ്മകൾ ഉണ്ടാവണം. ഇനിയും അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ദൈവാനുഭവത്തിനായിട്ട് എന്ന മട്ടിൽ നിങ്ങൾ അനുഷ്ഠിക്കുന്ന മതാചാരങ്ങളെല്ലാം തന്നെ മനുഷ്യകുലത്തിന്റെ നാശത്തിനായി വന്നു ഭവിക്കും. മനുഷ്യകുലവും മതങ്ങളും വിശ്വാസ സമൂഹവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനവന്റെ മതം ആചരിച്ചുകൊണ്ട് തന്നെ ഇതര മതങ്ങളിലെ ശരിയായ വിശ്വാസികളോടൊത്ത് സംഘടിതരാകണം. മത തീവ്രവാദത്തിനും ജാതിബോധത്തിനും അരാജകവാദികളുടെ കടന്നുകയറ്റത്തിനും തടയിടാൻ ഒരേയൊരു ഉപാധി മതമേതെന്ന് നോക്കാതെ ഈശ്വരവിശ്വാസികൾ ഒന്നിക്കുക എന്നത് മാത്രമാണ്. ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാവുന്നു. ഗുരുദർശനം ശുദ്ധമായി കലർപ്പില്ലാതെ പഠിക്കാനും പ്രചരിപ്പിക്കാനും ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാവാം. ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കാൻ 600 രൂപ അടച്ചാൽ മതിയാവും. 80 78 18 88 58 എന്ന നമ്പറിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് 6282319294 എന്ന നമ്പറിൽ
വിലാസം വാട്സപ്പ് ചെയ്യുക. ഗുരുസാഗരം മാസിക ഇപ്പോൾ ഓൺലൈനിലും വായിക്കാവുന്നതാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. പുതിയ വിഷയങ്ങളുമായി വീണ്ടും കാണാം. നമസ്തേ.